അങ്ങനെ ഒടുവിൽ മുത്തശ്ശനും ആദർശനും ആ ഒരു സകല സത്യങ്ങളും തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇത്രയും പുകിലുകൾക്കെല്ലാം പിന്നിൽ അഭിയാണ് എന്നും AN ജ്വല്ലറിക്കാരുമായി ചേർന്നിട്ട് നമ്മുടെ അനന്തപുരയിലെ മൂർത്തി ജ്വല്ലറെ തകർക്കാൻ നോക്കുകയാണെന്നും അതെല്ലാം ചെയ്തത് ഇവനാണെന്നെല്ലാം തന്നെ മുത്തശ്ശനും ആദർശനും ബോധ്യപ്പെട്ടു. ദുബായിലെ ജ്വല്ലറി പൂട്ടിക്കാൻ വേണ്ടി AN ജ്വല്ലറിക്കാർക്ക് സകല സപ്പോർട്ടും ചെയ്തു കൊടുത്തത് അഭിയാണെന്നും ആദർശിനെ ചതിച്ച് ദുബായിലെ ജയിലിൽ തള്ളാൻ കൂട്ടുനിന്നതും ഇവൻ തന്നെയാണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഈ സത്യമെല്ലാം മനസ്സിലാക്കിയതോടുകൂടി തന്നെ ആദർശ് ചെന്ന് മുത്തശ്ശനോട് വിവരം പറയും. അതറിഞ്ഞതോടുകൂടി തന്നെ മുത്തശ്ശൻ ആകെ കലിതുള്ളി അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ്. മുത്തശ്ശൻ അഭിയെ തൂക്കിയെടുത്ത് നേരെ ജലജയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട് എന്ന് മാത്രമല്ല അവൻ്റെ കർണക്കുട്ടി നോക്കിയിട്ട് ഒരൊറ്റ ഒന്നങ്ങ് പൊട്ടിക്കും. പിന്നെ അഭിയുടെ കുത്തിനെ പിടിച്ചൊരു 5-6 ഡയലോഗായിരിക്കും. അങ്ങനെ മുത്തശ്ശൻ സത്യമെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം പിന്നീട് അങ്ങോട്ടേക്ക് വമ്പൻ ട്വിസ്റ്റ് നിറഞ്ഞ രംഗങ്ങൾ തന്നെയാട്ടോ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ആദർശ് വളരെയധികം സ്നേഹത്തോടു കൂടി തന്നെ നയനയോട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. നയന പറയുന്നത്, എന്നാലും ആദർശേട്ട ആരോ നമ്മളെ ദുബായിൽ വെച്ചിട്ട് ചതിക്കാൻ നോക്കിയിട്ടുണ്ട്. ആദർശ് നയനയോട് പറയുന്നത്, നയനെ ആരോ നമ്മളെ ദുബായിൽ വെച്ച് ചതിക്കാൻ നോക്കിയിട്ടുണ്ട്. എന്നെ ജയിലിലാക്കാൻ വേണ്ടിയിട്ട് AN ജ്വല്ലറിക്കാരെ സപ്പോർട്ട് ചെയ്തത് ഈ വീട്ടിൽ നിന്നും ആരോ ഒരാൾ തന്നെയാണെന്ന എനിക്ക് നല്ല സംശയമുണ്ട്. അന്നേരം നയന ചോദിക്കുന്നുണ്ട്, അതാരാണ് ആദർശേട്ടാന്ന് ചോദിക്കുന്ന സമയത്തിന് ആദർശിൻ്റെ സംശയം അഭിയിലായിരിക്കും. ആദർശ് പറയുന്നുണ്ട്, അതെ അവന് തന്നെയാണ് എനിക്ക് സംശയം. അവനിപ്പോൾ എന്നോട് നല്ല രീതിയിൽ തന്നെ ശത്രുതയുണ്ട്. കാരണം അവനെ നമ്മൾ ജ്വല്ലറിയിലെ എല്ലാ സ്ഥാനത്ത് നിന്നും മാറ്റുകയും ജ്വല്ലറിയിലെ ജോലിയിൽ നിന്നൊക്കെ മാറ്റി നിർത്തുകയും ചെയ്തല്ലോ. അതുപോലെ തന്നെ ചന്തുമോളുടെ അച്ഛൻ അവനാണെന്നുള്ള വിവരം നമ്മളെല്ലാവരും അറിഞ്ഞു എന്ന് അവന് നന്നായിട്ടറിയാം. ആ കാരണം കൊണ്ടൊക്കെ തന്നെ അവൻ്റെ നമ്പർ 1 ശത്രു തന്നെയാണ് ഞാൻ. അപ്പോൾ എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ തന്നെയായിരിക്കും AN ജ്വല്ലറിക്കാരുമായി ചേർന്നുകൊണ്ട് തന്നെ അവൻ ഈ കളികളെല്ലാം നടത്തിയത് എന്നിങ്ങനെ സംശയം പറയാണ് ആദർശ്. അന്നേരം നയന പറയുന്നുണ്ട്, അഭി അത് ചെയ്യാൻ മടിക്കുന്നവനൊന്നുമല്ല. എന്നാലും മൂർത്തി ജ്വല്ലറി തകരാനുള്ള കാര്യങ്ങളൊക്കെ അഭി ചെയ്യുമോ ആദർശേട്ടാ? നയന സംശയത്തോട് ചോദിക്കുന്ന സമയത്ത് തന്നെ ആദർശ് പറയുന്നുണ്ട്, തീർച്ചയായിട്ടും അവൻ ചെയ്യും. അവനും അവൻ്റെ അമ്മയും ഇങ്ങനെയൊക്കെ ചെയ്യും. അതാണ് അവരുടെ മനസ്സ്. ഇനിയിപ്പോൾ ദേ അവനാണ് ഈ AN ജ്വല്ലറിക്കാരുമായി ചേർന്നിട്ട് എന്നെ ചതിക്കാൻ നോക്കിയതെന്നും നമ്മുടെ ജ്വല്ലറി തകർക്കാൻ നോക്കിയതെന്നും അറിഞ്ഞു കഴിഞ്ഞാൽ അവനൊക്കെ പിടിച്ച് ഈ വീട്ടിൽ നിന്ന് അങ്ങ് പുറത്താക്കി വിടുകയാണ് വേണ്ടത്. അന്നേരം നയന പറയുന്നുണ്ട്, ശരിയാണ്, അത്തരത്തിലുള്ള വിഷവിത്തുകൾ ഏതായാലും നമ്മുടെ അനന്തപുരി തറവാട്ടിൽ വേണ്ട. ഇവിടെ അങ്ങനെയുള്ളവർ നിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ കുടുംബത്തിന് തന്നെ ദോഷമാണ്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അത് നേരാണ്. പക്ഷേ നിന്റെ ചേച്ചിയും കുഞ്ഞിനെയും ഓർത്തുകൊണ്ട് മാത്രമാണ് അവൻ ഇവിടെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. മുത്തശ്ശൻ പറഞ്ഞല്ലോ അങ്ങനെയാണെന്ന്. അതുകൊണ്ടാണ് അവനും അവൻ്റെ അമ്മയും ഇവിടെ കഴിയുന്നത്. അന്നേരം മുത്തശ്ശൻ ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് അഭിയും ജലജയും വിളിച്ചിട്ട് അഭിയുടെ കുത്തിനങ്ങ് ആഞ്ഞു പിടിച്ചുകൊണ്ട് തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട്, എടാ നീ അല്ലേടാ AN ജ്വല്ലറിക്കാർക്ക് വേണ്ടിയിട്ട് സകല ഒത്താശയും ചെയ്തു കൊടുത്തത്. അന്നേരം ആ ഒരു ചോദ്യം കേട്ടതോടുകൂടി തന്നെ എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. ജലജ പറയുന്നുണ്ട്, വെറുതെ എന്തിനാ അച്ഛ അവനെങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? അവനെ കുറ്റപ്പെടുത്തില്ല കേട്ടോ. എപ്പോഴും എല്ലാത്തിനും എല്ലാവരും ചേർന്ന് എൻ്റെ അഭിയെ എങ്ങനെ പഴിചാരാണോ? നിങ്ങൾക്കെല്ലാവർക്കും ഇതെന്തു പറ്റി? അന്നേരം ആദർശ് ഒരു വീഡിയോ അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ്. കണ്ടോ, നീയല്ലേ വിളിച്ച് ഇവരോട് സംസാരിച്ചത്? ഇത് നീയാണ് ചെയ്തത് എന്ന കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ടായിരുന്നു. പിന്നെ തെളിവുകളൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ മാത്രമാണ് നിന്റെ പേരിൽ കുറ്റം ആരോപിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഈ കുടുംബത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ കുടുംബത്തിന് തന്നെ പാര വെക്കാൻ നോക്കിയാൽ നിനക്ക് എങ്ങനെ ഇവിടെ നിൽക്കാൻ സാധിക്കുന്നു? നിനക്ക് ഈ അനന്തമൂർത്തി അറിയില്ല. ആദർശിനെ ജയിലിലകത്താക്കാമെന്ന് നീ വിചാരിച്ചുവെങ്കിൽ അത് നടന്നില്ല. അതിന് കാരണക്കാരൻ ഞാനാണ്. എന്നോട് നീ ഏത് ജ്വല്ലറിക്കാരുടെ കൂടെ കൂടിക്കളിച്ചാലും അതൊന്നും തന്നെ നടക്കാൻ പോകുന്നില്ല. ദേ ഇപ്പോഴും നീയും നിന്റെ അമ്മയും ഇതിനകത്ത് തന്നെ നിൽക്കുന്നത് നവ്യയും അവളുടെ കുഞ്ഞുമുള്ളത് കൊണ്ട് മാത്രമാണ്. ആ കാര്യം നിങ്ങൾ ഓർത്തോളണം. ഒരു നിമിഷം, ഒരേ ഒരു നിമിഷം മാത്രം മതി എനിക്ക് നിന്നെ പോലുള്ള വിഷവിത്തുകളെ ഇവിടെ നിന്നും അടിച്ചിറക്കാൻ. അതുകൊണ്ട് മര്യാദക്ക് നിന്നോളണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മുത്തശ്ശൻ അവന് താക്കീത് നൽകുകയാണ്. മുത്തശ്ശൻ്റെ വാക്കെല്ലാം കേട്ടുകൊണ്ട് തന്നെ ആദർശനങ്ങ് ദേഷ്യം വരും. നേരെ അഭിയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അവൻ്റെ കുത്തിനങ്ങ് പിടിക്കും. എടാ നിനക്ക് വേണ്ടിയിട്ട് ഇത്ര മാത്രം ത്യാഗം ഞാൻ സഹിച്ചു. നിന്റെ വെടുപ്പെല്ലാം ഞാൻ ചുമന്നു നടക്കുകയാണ്. എന്നിട്ട് പോലും നീ എന്നെ ചതിക്കുമായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു കൊണ്ട് തന്നെ ആദർശ് നേരെ അഭിയുടെ നേർക്കങ്ങ് വരും. മുത്തശ്ശന് ദേഷ്യം വന്നിട്ട് മുത്തശ്ശൻ്റെ ആഞ്ഞുള്ള അടിയിൽ കർണം പുകഞ്ഞ് അഭി അന്തം വിട്ട് നിൽക്കുമ്പോൾ ജലജമൻ്റെ ഓടി വന്ന് പിന്നിലേക്ക് വലിഞ്ഞു. പക്ഷേ ആദർശ് ഏതായാലും വിടാനൊന്നും ഭാവമില്ലായിരുന്നു. അഭിയുടെ ഷർട്ടിൻ്റെ കോളറിനങ്ങ് മുറുകെ പിടിച്ചു കൊടുത്തിനെ ആദർശ് അവൻ്റെ മുഖത്തേക്ക് നോക്കി അലറി, എടാ ഇത്രയും കാലം ഈ വീട്ടിലെ ഉപ്പും കഞ്ഞിയും കുടിച്ചു വളർന്നിട്ട് ഈ വീടിൻ്റെ തൂണ് തന്നെ നീ അങ്ങ് അറുക്കാൻ നോക്കിയതാണല്ലേ. നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് നീ കരുതിയോ?
ജ്വല്ലറിക്കാരൻ്റെ ഉടമസ്ഥൻ്റെ കാല് പിടിക്കുമ്പോൾ നീ ഓർത്തില്ല നിന്റെ ഈ കടുങ്കൈ ചെന്ന് തറക്കുന്നത് നിന്റെ ചോരയുടെ നെഞ്ചത്താണെന്ന്. അബി വിക്കി എന്തോ പറയാൻ ശ്രമിച്ചുവെങ്കിലും മുത്തശ്ശൻ്റെ ഗർജനം അവനെ തളർത്തിക്കളഞ്ഞു. മിണ്ടിപ്പോകരുത് നീ ഇനി ഒരു അക്ഷരം പോലും മിണ്ടിപ്പോകരുത്. നിന്നെയും നിന്റെ അമ്മയെയും ഈ വീട്ടിൽ നിന്ന് പടുക്കു പുറത്താക്കാൻ മുത്തശ്ശന് അധികം നേരമൊന്നും വേണ്ട. നിന്റെ ഏട്ടൻ്റെ സ്നേഹം നീ മുതലെടുത്തു, പക്ഷേ അനന്തമൂർത്തിയുടെ ക്ഷമ നീ പരീക്ഷിച്ചു. അത് നിനക്ക് പറ്റിയ വലിയ തെറ്റ് തന്നെയാണ്. ജലജ പതുക്കെ കരച്ചിലിൻ്റെ നാടകം തുടങ്ങി. മുത്തശ്ശൻ പറയുന്നതൊക്കെ കേട്ട് അബി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകുമോ, ആരെങ്കിലും അവനെ തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കുമെന്നൊക്കെ പറഞ്ഞ് നയന ഇടപെട്ടു. ഇനിയും ന്യായീകരിക്കാൻ നിൽക്കരുത് ജലജെ. ഈ വീഡിയോയിൽ തെളിവ് സഹിതം തന്നെ എല്ലാം വ്യക്തമാണ്. ഒരു ബിസിനസ് തകർക്കാൻ വേണ്ടി സ്വന്തം കുടുംബത്തെ ഒറ്റിക്കൊടുക്കുന്നവനെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? മുത്തശ്ശൻ അബിയെ തള്ളി മാറ്റിക്കൊണ്ട് തന്നെ ആദർശിനോട് പറഞ്ഞു. ആദർശേ, ഇവനെ ഇപ്പം തന്നെ പോലീസിനെ ഏൽപ്പിക്കേണ്ടതായിരുന്നു. പക്ഷേ ആ പാവം നവ്യയുടെയും കുഞ്ഞിൻ്റെ മുഖം ഓർക്കുമ്പോൾ തന്നെ എൻ്റെ കൈ ധരിക്കുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇനി മുതൽ മൂർത്തീസ് ജ്വല്ലറിയുടെ 7 അഴലത്ത് പോലും അബിയും ജലജയും വരാൻ പാടില്ല. എടാ, നീ എങ്ങാനും ഇനി അവിടെ കാലുകുത്തിയാൽ നിന്റെ കാല് ഞാനങ്ങ് തല്ലിയൊടിക്കും. നീ ഈ വീട്ടിൽ വെറും ഒരു അഗതിയെപ്പോലെ മാത്രം കഴിഞ്ഞോളണം എന്നൊക്കെ അബിക്ക് താക്കീത് നൽകാണ് മുത്തശ്ശൻ. അബിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി മുറിയിലേക്ക് നടന്നു. ജലജ അവൻ്റെ പുറകെ തന്നെ ഓടി. ഹാളിൽ നിശബ്ദത പടർന്നു. ആദർശ് നയനയെ നോക്കിയിട്ട് ഒരു ദീർഘനിശ്വാസം വിട്ടു. താൻ ഇത്രയും കാലം വിശ്വസിച്ച അനിയൻ തന്നെ ചതിക്കാൻ നോക്കിയതിൻ്റെ വേദന അവൻ്റെ കണ്ണുകളിലുണ്ടായിരുന്നു. മുത്തശ്ശൻ ആദർശിൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് അവനെ ആശ്വസിപ്പിച്ചു. വിഷമിക്കേണ്ട മോനെ, നമ്മൾ സത്യത്തിൻ്റെ കൂടെയാണ്. ഇത്തരം വിഷയങ്ങളെ തിരിച്ചറിഞ്ഞത് തന്നെ വലിയൊരു ഭാഗ്യം. ഇനി നമുക്ക് നമ്മുടെ ബിസിനസ്സും കുടുംബവും പഴയതിലും ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. നയന ആദർശിനെ ഒരു ഗ്ലാസ് വെള്ളം നീട്ടിക്കൊണ്ട് പറഞ്ഞു. എല്ലാം ശരിയാവും ആദർശേട്ടാ, സത്യം എപ്പോഴാണെങ്കിലും ജയിക്കുമല്ലോ. പരാജയപ്പെട്ടവൻ്റെ പകയോട് കൂടെ തന്നെ അബി തൻ്റെ മുറിക്കുള്ളിലിരുന്ന് കൊണ്ട് തന്നെ പല്ല് ഞെരിച്ചു. ഇനി അവസാനമല്ല, ഇതിലും വലിയൊരു കെണി താൻ ഒരുക്കുമെന്ന് അബി മനസ്സുകൊണ്ട് തന്നെ ചിന്തിച്ചു. പക്ഷേ ആദർശ നയനയും മുത്തശ്ശനും കൂടി ഒരേ മനസ്സോടുകൂടെ നിന്നു കഴിഞ്ഞാൽ അബിയുടെ നീക്കങ്ങളെല്ലാം വെറുതെ ആയി പോകുമെന്ന് അവന് തന്നെ ഉറപ്പായിരുന്നു. ജലജ വേഗം അബിയുടെ അരികിലേക്ക് ചെന്നുകൊണ്ടതിന് അവൻ്റെ കൈകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. പക്ഷേ അബി അവരെ തട്ടിമാറ്റി. അവൻ്റെ ഉള്ളിൽ അപമാനം കൊണ്ടുള്ള ഒരു കനലെരിയുന്നുണ്ടായിരുന്നു. പരാജയം സംബന്ധിച്ച് പിന്മാറുന്നതിന് പകരം തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടുത്തിയവരോടുള്ള പക അവൻ്റെ കണ്ണുകളിൽ മിന്നിമറഞ്ഞു. ഒന്നും മിണ്ടാതെ അബി തൻ്റെ മുറിയിലേക്ക് നടന്നു കയറി. വാതിലിൽ ഞങ്ങ് കൊട്ടിയടച്ചു. അകത്ത് ചെന്നതും മേശപ്പുറത്തെ ഒരു ഗ്ലാസും ഫോട്ടോ ഫ്രെയിമും അവൻ വലിച്ചെറിഞ്ഞു. അതെല്ലാം വലിച്ചെറിഞ്ഞു ഉടച്ചു. പുറത്ത് ഹാളിൽ അപ്പോഴും നിശബ്ദമായിരുന്നു. മുത്തശ്ശൻ സോഫയിൽ തളർന്നിരുന്നു. ആദർശ് നയനയെ നോക്കി. അവളുടെ കണ്ണുകളിൽ വലിയൊരു ആശ്വാസമുണ്ടായിരുന്നു. ആദർശേട്ട, സത്യം പുറത്തു വന്നല്ലോ, ഇനി നമുക്ക് സമാധാനമായി ഉറങ്ങാം, നയന പതുക്കെ പറഞ്ഞു. പക്ഷേ ആദർശ് അപ്പോഴും ഗൗരവത്തിലായിരുന്നു. ഇതൊന്നും ഇവിടെ തീരില്ല നയനെ. അബിയുടെ സ്വഭാവം എനിക്കറിയാം. അവൻ മുറിവേറ്റ പാമ്പിനെ പോലെയാണ്. കൂടുതൽ ശക്തിയോട് കൂടെ തന്നെ തിരിച്ചടിക്കാൻ അവന് നോക്കും. ആദർശിന്റെ വാക്കുകളിൽ ആശങ്ക നിഴലിച്ചു. ഇതേ സമയം അടച്ചിട്ട് തൻ്റെ മുറിക്കുള്ളിൽ വെച്ചുകൊണ്ട് തന്നെ അബി ഫോണെടുത്ത് ജ്വല്ലറിക്കാരെ വിളിച്ചു. ഹലോ, നിങ്ങൾ പേടിക്കണ്ട, മുത്തശ്ശനും ആദർശും എല്ലാം അറിഞ്ഞു. പക്ഷേ അതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ഇനി കളിയെല്ലാം നേർക്ക് നേരെയാണ്. അനന്തപുരിയിലെ മൂർത്തീസ് ജ്വല്ലറിയുടെ സ്റ്റോക്ക് വിവരങ്ങളും ഡിസൈനുകളുടെ രഹസ്യങ്ങളുടെ രേഖകളെല്ലാം തന്നെ നാളെ നിങ്ങളുടെ കയ്യിലെത്തും. ഈ കുടുംബത്തെ വഴിയാധാരമാക്കാൻ എനിക്ക് നിങ്ങളുടെ സഹായം വേണം. അപ്പുറത്തു നിന്നും വന്ന മറുപടി കേട്ട് അബിയുടെ ചുണ്ടിൽ ഒരു ക്രൂരമായ ചിരി വിരിഞ്ഞു. രാത്രി വൈകിട്ടും ആദർശിനൊട്ടും തന്നെ ഉറക്കം വന്നില്ല. അവൻ ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ നയന അവിടേക്ക് വന്നു. എന്താ ആദർശേട്ട ആലോചിക്കുന്നത്? അവൾ ചോദിച്ചു. ആദർശ് അവളുടെ കൈകളിൽ പിടിച്ചു. നയനെ, ഈ ബിസിനസ് എനിക്ക് വെറും ഒരു വരുമാന മാർഗമല്ല. അത് മുത്തശ്ശൻ്റെ വിയർപ്പാണ്. അത് തകർക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. അത് സ്വന്തം അനിയനാണെങ്കിൽ പോലും. നാളെ മുതൽ നമ്മൾ കൂടുതൽ ജാഗ്രത പാലിക്കണം. നയന ആത്മവിശ്വാസത്തോടെ തലയാട്ടി. അബിയുടെയും ജലജയുടെയും തന്ത്രങ്ങളെ നേരിടാൻ അവർ ഒരുമിച്ച് തന്നെ നിൽക്കണമെന്ന് ആ നിമിഷം അവരുറപ്പിച്ചു. പക്ഷേ വീടിൻ്റെ മറ്റൊരു കോണിലിരുന്നു കൊണ്ട് തന്നെ അബി തൻ്റെ അടുത്ത ചതുരംഗ നീക്കം തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അബി പിന്നെ ജ്വല്ലറിക്കാരുടെ കൂടെ ചേർന്ന് കൊടുത്ത് മൂർത്തീസ് ജ്വല്ലറിയെ തകർത്ത് തരിപ്പണമാക്കാൻ നോക്കുന്ന ഒരു അടിപൊളി സൂപ്പർ രംഗങ്ങളൊക്കെ കേട്ടോ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.